നല്ല ക്രോസ് വിൻഡ് ഉണ്ട്. നല്ല ക്രോസ് വിൻഡ് എന്ന് പറഞ്ഞാലും പോരാ, ഭയങ്കര ക്രോസ് വിൻഡ്. എനിക്ക് ഇത്രയും ക്രോസ് വിൻഡ് ഇതിന് മുന്നേ എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ധനുഷ്കോടി പോയപ്പോഴാണിത്. രണ്ട് സൈഡിലും കടൽ, നടുക്കൂടെ റോഡ്. ആ റോഡിൽ കൂടെ വണ്ടി ഓടിച്ച് പോയപ്പോഴാണ് എനിക്ക് ഇതേപോലെയുള്ള ക്രോസ് വിൻഡ് കിട്ടിയത്. ഇവിടെ നോക്കിയേ, രണ്ട് സൈഡിലും വിശാലമായ പാടമാണ്. പാടം എൻ്റെ തലയൊക്കെ കിടന്ന് വെട്ടുന്നുണ്ട്. വേറെ ഒരു വണ്ടിയാണെങ്കിലും, അതായത് ഇത്ര വെയിറ്റ് ഇല്ലാത്ത നോർമൽ ആയിട്ടുള്ള വണ്ടി ഉണ്ടല്ലോ, 125 cc 150 cc ഒക്കെ, ഇത്രയും വെയിറ്റ് ഇല്ലാത്ത ഏത് വണ്ടി ആയാലും 60-ന് മേലോട്ട് ഓടിക്കാൻ പാടുപെടും ഇവിടെ. എന്നിട്ടും ഇത്രയും വെയിറ്റുള്ള 192 കിലോ വെയിറ്റുള്ള നമ്മുടെ ഡൊമിനാർ 110 കിലോമീറ്റർ സ്പീഡിൽ ക്രൂസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിന് മേലോട്ട് പുഷ് ചെയ്യാൻ പറ്റുന്നില്ല. പുഷ് ചെയ്യാൻ പറ്റുമായിരിക്കും, പറ്റുന്നവർ കാണും. പക്ഷേ എൻ്റെ ഒരു സ്കില്ല് വെച്ച് എനിക്ക് ഇത്രയേ പറ്റുന്നുള്ളൂ. ഞാൻ പുഷ് ചെയ്യല്ല, മാക്സിമം ക്രൂസ് ചെയ്ത് പോവുകയാണ്. കാരണം കുറേ കവർ ചെയ്യാനുണ്ട്. അതുകൊണ്ട് വണ്ടിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാറ്റ് പിടിക്കുന്നുണ്ട്. ഞാൻ മുന്നേ ഡൊമിനാറിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വെയിറ്റിനെ കുറിച്ച് ഞാൻ അതിനകത്ത് പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ വിൻഡ് മില്ലൊക്കെ ഉണ്ട്. വിൻഡ് മില്ലിൻ്റെ ഒരു പാടമുണ്ട്, കാറ്റാടിപ്പാടമൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇവിടുത്തെ കാറ്റ് ഏത് രീതിയിലാണ്, എങ്ങനെയാണ് ഇവിടുത്തെ ക്രോസ് വിൻഡെന്ന്. മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാറ്റാടിപ്പാടമൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ആ ഒരു ഏരിയ കൂടെ ഇത്രയും ക്രോസ് വിൻഡുള്ള ഈ ഒരു സ്ഥലത്തൂടെ ഡൊമിനാർ 100-ന് മേലെ ക്രൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഡൊമിനാറിൻ്റെ വിജയം. ഞാൻ ഡൊമിനാർ സെലക്ട് ചെയ്തതിനുള്ള ഏറ്റവും വലിയൊരു റീസൺ ഇതാ. ഇത്രയും നല്ലൊരു ഓപ്പൺ ഹൈവേ കിട്ടുമ്പോൾ നമുക്ക് മിനിമം 100-ലെങ്കിലും വണ്ടി ഓടിച്ച് പോകാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അതിലും വലിയൊരു ശോകം വേറെ ഇല്ല. പിന്നെ മുന്നേ കാറ്റാടിപ്പാടമാണ്, വലത് സൈഡില്ല. കാരണം നോക്കിയാൽ മനസ്സിലാവും, എനിക്ക് തലയെ കൊണ്ട് തിരിക്കാൻ പറ്റത്തില്ല.